ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഫഹം എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്നത് എത്രത്തോളം ഹെൽത്തി ആയിരിക്കും, അതിൽ അജിനോമോട്ടോ എല്ലാം ചേർക്കുന്നത് കൊണ്ട് അതൊന്നുമില്ലാതെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ വെച്ച് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനു വേണ്ടി ഞാൻ ഒരു കോഴി 8 പീസാക്കി വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നടുകെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് മസാല ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 3/4 കപ്പ് ഒരുപാട് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മണിക്കൂറോളം ഇതിനെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുന്നത് വരെ നമുക്കിതിലേക്കുള്ള അടുത്ത മാരിനേഷൻ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, ഒരു സ്റ്റാർ അനേസ്, നമ്മൾ ബിരിയാണി മസാലക്കെല്ലാം ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൈസിയാണ്. ഒരു 1/4 ടീസ്പൂൺ പച്ചമല്ലി, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ സ്പൈസസിനെ നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ചൂടോട് കൂടെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് മാരിനേഷനുള്ളത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3 പച്ചമുളകും, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 20 അല്ലി വെളുത്തുള്ളിയും, ഒരു സവാള, ഒരു സവാള വേണ്ട, ഒരു അരമുറി സവാള, വലിയ സവാളയാണെങ്കിൽ ഒരു സവാളയും, കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറി സവാളയും വലിയ പീസായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയും, ഒരു 8-10 ഇല പുതിന ഇലയും, ഒരു പിടി ചപ്പും ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമുക്ക് എടുത്തു നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തൈര് ആ ഒരു സോഫ്റ്റ്നെസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരിൽ ഇട്ട് വെക്കുന്നത്. ഇതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന 2 മാരിനേഷൻ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ മിക്സും അതുപോലെ വെറ്റ് മിക്സും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കാം. ഒരു 1.5 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. മസാല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് ചുറ്റിച്ചെടുത്താൽ മതിയാവും. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം നന്നായിട്ട് മസാല എല്ലാം പിടിച്ചു വരാൻ വേണ്ടി മാറ്റി വെക്കണം. ആ മസാല എല്ലാം പിടിച്ചു വരാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കണ്ണിൽ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ചിരട്ടയും അതുപോലെ ചാർക്കോൾ യൂസ് ചെയ്തിട്ടില്ല, ചിരട്ട പൊട്ടിച്ചിട്ടാണ് ഇതിന് കണ്ണിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം റെസ്റ്റായി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്രില്ലിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ ആ കണലിൽ മേലെ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പുറത്തെ സൈഡ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം.
ഏകദേശം ഒരു 20 മിനിറ്റോളം, നല്ല ചൂടുള്ള കണലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം മതിയാകും ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി അൽഫഹാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുറത്തു നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അറബിക് ഡിഷാണിത്. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എത്രയും നല്ലത് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 40 മിനിറ്റാണ് ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാരിനേഷൻ തയ്യാറാക്കി ഈ ഒരു ചിക്കൻ നമ്മൾ ഗ്രിൽ സ്റ്റാൻഡിന്മേൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം മാരിനേഷൻ ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്